നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് എനിക്ക് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിട്ട് വേണം നിങ്ങൾ എനിക്ക് ചീത്ത വിളിക്കാൻ പറയാൻ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടംപോലെ കൂട്ടുകാരും അവരുടെ ചില ആദർശങ്ങളോടും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കോൺഗ്രസ്സുകാർ സുഹൃത്തുക്കളുണ്ട്, അവരുടെയും ചില ആദർശങ്ങൾ എനിക്കിഷ്ടമാണ്. BJP-ക്കാരും സുഹൃത്തുക്കളുണ്ട്, അവരുടെയും. അപ്പം ഞാൻ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇടാൻ നോക്കാറ്. കാരണം അവരൊക്കെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവർക്കൊന്നും അവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ പ്രസ്ഥാനങ്ങളെയൊന്നും അത്ര മോശമായിട്ട് കാണിക്കാനൊന്നും ഞാനൊന്നും വീഡിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങളും ആശങ്കകളും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമൊക്കെയാണ് ഞാൻ അതോടെ ഇടുന്നത്. അപ്പം ഹാഷ്മി താജിദ് ഇബ്രാഹിം പറയുന്ന പോലെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നലെയൊക്കെ എൻ്റെ മണിക്കൂറുകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിൽ നഷ്ടമായത്. ഓരോരുത്തർക്കരുടെ ചോദ്യം ചോദിക്കാനും അതിൻ്റെ ഉത്തരം വായിച്ചിട്ട് അത് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനും അതിനൊന്നും എനിക്ക് ഉത്തരം കിട്ടാത്ത, ഇപ്പോഴും കിട്ടാത്ത, ചാനലുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടും കിട്ടാത്ത, ഒരു കമ്മ്യൂണിസ്റ്റുകാർ പോലും കൊടുക്കാത്ത ചോദ്യങ്ങളാണ് എനിക്കുമുള്ളത്. ഒരാൾ പോലും കൊടുക്കാത്ത ഉത്തരം. അതിൽ അഡ്വക്കേറ്റ് അരുണൊക്കെ വന്നിരുന്ന് പറയുന്ന കുറേ സോഫ്റ്റ്വെയർസ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ലോകത്തുള്ള കമ്പ്യൂട്ടറിനെക്കുറിച്ച് അത്യാവശ്യം ബോധമുള്ളവരൊക്കെ പൊട്ടിച്ചിരിച്ച ഒരു കഥ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഒരു ചുമന്ന ഷർട്ടിട്ട ഒരു ചേട്ടനെ ജീപ്പിൽ കയറ്റാൻ നേരം ഞാൻ ശ്രമിക്കാനല്ലെന്ന്, ഞാൻ പഴം മേടിക്കാൻ വന്നതാണെന്ന് എന്നൊക്കെ പറയുന്ന ഒരു കോമഡി രംഗം, അത് വളരെ കോമഡി ആയിട്ടാണ് കണ്ടെങ്കിലും അദ്ദേഹം ഇപ്പം ജയിലിലാണ്. അവരുടെ വീട്ടിലെ അവസ്ഥ അത്ര കോമഡിയല്ല എന്നൂടെ ചിന്തിച്ചുകൊണ്ട് ആണ് ഞാനീ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ സമരത്തിനൊക്കെ ഇറങ്ങുമ്പം അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നതെന്നെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസം SFIക്കാരുടെ സമരത്തിലാണെന്ന് പോലും അതിൽ ആ കുഞ്ഞുങ്ങൾ നിന്ന് വെള്ളത്തിനകത്ത് നിൽക്കുന്ന നിപ്പൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ ചങ്ക് തകർന്നു പോകും. എൻ്റെ മോനാണ് ആ സ്ഥാനത്തെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെങ്കിൽ, നേട്ടം ഉണ്ടാവാതെ നിങ്ങൾ ഇതിനൊന്നും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇഷ്ടംപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, KSFE എന്ന് വേണ്ട, ഈ 10 വർഷം കൊണ്ട് സകലമായ ഇടങ്ങളിലും പിൻവാതിൽ നിയമനം കൂടിയും അല്ലാതെയും ഒക്കെ അവസരങ്ങൾ കിട്ടിയ ഒരുപാട് പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് വെറുതെ ഒരു ധാരണയൊന്നുമല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മുൻതിൻ്റെയിൽ ഇറങ്ങുമ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു ഇലക്ഷൻ ഒരു സീറ്റോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി കിട്ടും എന്ന് ഉറപ്പില്ലാതെ വെറുതെ ഇറങ്ങി ജീവിതം നശിപ്പിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ പറയുന്ന ഇപ്പോൾ ഇന്നലെ പോലും പറയുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരു കേസുമില്ല പിണറായി വിജയനെതിരെ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദൃശ്യത്തിൽ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ചെയ്ത പോലെ ഒരു വലിയൊരു ഈ പറഞ്ഞ പോലെ അമാനുഷികമായ ഒരു ബുദ്ധിവൈഭവം പുള്ളിയുടെ അവിടെ കാണിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും. ഈ പാർട്ടിക്കാരോട് നമ്മൾ രഹസ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോഴും അവർ സമ്മതിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിനകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ എന്തായിരുന്നു സംഭവം? പിന്നെ EDയുടെ ഈ പറഞ്ഞ വണ്ടി തകർത്ത ഒരു പാവപ്പെട്ടവൻ്റെ വണ്ടി തകർത്തപ്പോൾ എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ വാടകയ്ക്ക്, അതായത് മഞ്ഞ ബോർഡ് കണ്ടാൽ മനസ്സിലാവില്ലേ അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന ഒരു വാഹനമാണ്, ഒരു ടാക്സിയാണെന്ന്. അത് കണ്ടാൽ അത്യാവശ്യം ബോധമുള്ളവരല്ലേ ആ സമരത്തിൽ പങ്കുചേർന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ആ വണ്ടിയൊക്കെ തല്ലിത്തകർത്ത് ആ ചെറുക്കൻ്റെ കണ്ണും പരിക്കേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഒരു തൊഴിലാളിയാണെന്ന് അറിഞ്ഞപ്പം റഹീമിന് അതിഭയങ്കരമായ വിഷമം ഉണ്ടായി. അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ ഒരു രീതിയാണ്. അത് ആ കാറ് നശിപ്പിച്ചത് സത്യം പറഞ്ഞാൽ കണ്ടാൽ പുതിയൊരു വണ്ടി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അത് ഇൻഷുറൻസ് ഒക്കെ കിട്ടി അത് എത്രമാത്രം നന്നാവുമെന്നൊന്നും നമുക്കറിയില്ല. അത് തന്നെ ഇത്രയും ദിവസം ആ വണ്ടി ശരിയാകുന്ന വരെ അവൻ്റെ വീട്ടിൽ തീ പുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഹീറോ ആയതുണ്ടല്ലോ, KN റഹീമോ പുള്ളിക്കാരന് ഇതിൻ്റെ കൂടെയൊക്കെ വന്നൊരു പുള്ളി EDയുടെ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു ചായക്കവും പിടിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്നതാണ് നമ്മൾ മിക്കതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ്. ഈ പറഞ്ഞ പോലെ അന്നേരം എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെയും ഈ പറഞ്ഞ പോലെ പ്രിയങ്ക വധേരയുടെയും ഒക്കെ വീട്ടിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ എന്ന് വെച്ചിട്ട് ഇതൊന്നും എൻ്റെ കൺസേൺ അല്ലെന്നേ. ഇതൊന്നും അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണുന്ന, ഞാൻ നേരിട്ട് ഇന്നലെ എല്ലാ ചാനലും മാറി കണ്ട കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ എന്തിനാണ് ഈ സമരം നടത്തുന്നത്. സത്യം പറഞ്ഞാൽ EP ജയരാജനൊക്കെ ചാനലിൽ വന്നിരുന്ന് നാണം കെട്ട് പോകുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിച്ച് പോവുകയാണ്. അപ്പം ഇന്നലെ ഞാൻ ഇട്ട ഒരു പോസ്റ്റിന് ഭയങ്കര പ്രതിഷേധമാണ് ഉണ്ടായത്. അതായത് 242 അക്കൗണ്ടൊന്നും വീണ വിജയൻ്റേതല്ല, ഈ തോടികളും വീണ വിജയൻ്റേതല്ല, കള്ളമാണ്. ഇത് ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് പൂട്ടിക്കും എന്നൊക്കെയാണ് എനിക്ക് വന്ന കമൻറ്റ്. ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു, അതിൻ്റെ സത്യാവസ്ഥ എനിക്കൊട്ട് അറിയുകയും ചെയ്യാം. ഓക്കെ, അതിലും വലിയ കള്ളത്തരമല്ലേ നിങ്ങൾ ഇന്നലെ കാണിച്ചത്?
പിണറായി വിജയൻ ഒരു കേസിൽ, ആ കേസിൽ പ്രതിയോ അല്ലെ പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കക്ഷി ഒന്നുമല്ലാത്ത പിണറായി വിജയൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ റെയ്ഡ് നടന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വെച്ചു എന്നൊക്കെയാണ് ഇ പി ജയരാജൻ വന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണും പിടിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ എല്ലാവരുടെയും ഫോണെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടല്ലേ അവർ ഈ അന്വേഷണവും അല്ലെങ്കിൽ ഈ റെയ്ഡും ഒക്കെ നടത്തുന്നത്. അത്രയും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ അത്രയും ബോധമെങ്കിലും നമുക്ക് ഉണ്ടാവണ്ടേ? പക്ഷേ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഈ വന്നിരുന്ന് ഈ സമരത്തിനൊക്കെ ഇറങ്ങുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം അവരെന്തിനാണ് സമരത്തിന് ഇറങ്ങുന്നത് അവർ നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ അവരാരും ഇറങ്ങത്തില്ല. കാരണം വളർന്നു വരുന്ന തലമുറയോട് ഇതെന്തിനായിരുന്നു ഞങ്ങൾ ഈ സമരം ചെയ്ത്, സ്വാതന്ത്ര്യ സമരമൊന്നും അല്ലെന്നേ. സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നീതിക്ക് വേണ്ടി ഒരു സമരമൊന്നും അല്ല ഇതൊരു കള്ളപ്പണം കേസുമായിട്ടുള്ളൊരു സമരമാണ്. നാളെ പിള്ളേർ ചോദിക്കുക അച്ഛൻ എന്തിനാണ് സമരത്തിന്, നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? പൊതുജനങ്ങളോട് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ മക്കളോട്. ഇപ്പം ഗോവിന്ദ മാഷോട് വീട്ടിൽ ചെല്ലുമ്പോൾ മകൻ ചോദിച്ചു, കണ്ണാടി നോക്കാറുണ്ടോ, സ്വന്തം ബോഡി ലാംഗ്വേജ് എങ്ങനെ നോക്കാറുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായത്. അതുപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് ഈ അക്രമം അഴിച്ചുവിട്ടുള്ള ഈ രീതിയിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 വർഷം കഴിയുമ്പം അറബിക്കടലിൽ മാത്രമായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ 5 വർഷം കൂടുമ്പം ഭരണം മാറി വരണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത്. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ പോലെ ഭരണം കിട്ടിയിരുന്ന പാർട്ടിക്കാർ ഇപ്പം 35 സീറ്റിൽ ഒതുങ്ങിയപ്പോഴെങ്കിലും മനസ്സിലാക്കണം നമുക്ക് പറ്റിയ തെറ്റെന്താന്ന്. ആ തെറ്റ് അതിലും ഇരട്ടിയായിട്ട് വീണ്ടും ഈ പൊതുജനങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ അല്ലെന്നേ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. പണ്ടത്തെ പോലെ പത്രത്തിൽ വരുന്ന ന്യൂസുകൾ മാത്രമല്ല, ഇതൊക്കെ ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ തോപ്പിച്ചവർ ആരാണ്? നിഷ്പക്ഷരായവരാണ്. അതായത് പാർട്ടിക്കാരല്ല, അത് നിഷ്പക്ഷരായ കുറേ ആൾക്കാരാണ് നിങ്ങളെ തോൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാർട്ടിക്കാരെ വിട്, കോൺഗ്രസ്സുകാരെ വിട്, BJPക്കാരെ വിട്, എല്ലാവരെയും വിടുക. പക്ഷെ നിഷ്പക്ഷമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവരാണിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെടണ്ടേ ഇത് ശരിയാണെന്ന്? അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലല്ലോ ഒരു സമരം വേണ്ടേ നടത്താനായിട്ട്? അതല്ലാതെ ഒരു സമരം നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ്? ഇതിപ്പം വീണ്ടും കുറച്ച് നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ചിലരൊക്കെ വീട്ടിൽ സുഖസുഭിക്ഷത്തിൽ ഇരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഫേസ്ബുക്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെന്ന് വേണ്ട എന്ന രീതിയിൽ ഒരു കമൻറ്റ്, എപ്പോഴും പിണറായി സഹാവിനൊപ്പം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ജസ്റ്റ് ഒരു പോസ്റ്റൊക്കെ ഇടുന്ന ഞാൻ കണ്ടു. അതിനടിയിലൊക്കെ വന്ന് ചീത്തം തരിക. ഇത് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾക്കൊരാളെ ആവശ്യമാണ്, ഒരു വിങ്ങിനെ ആവശ്യമാണ്. എന്താണ് പൊതുജനത്തിൻ്റെ വികാരം എന്താണ് ഇത് കണ്ടിട്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിലുണ്ടല്ലോ അടുത്ത 31 നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഇതിൽ 35 എന്നുള്ളത് 3 പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എൻ്റെ ഭാഗത്ത് ഒരു നിഷ്പക്ഷമായിട്ട് നിന്ന, ഒരു പാർട്ടിയിലും അംഗമല്ലാത്ത, ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യേണ്ടാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായമാണിത്. അതിനെ നിങ്ങൾ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു പൊതുജനം നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാളോട് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ മറുപടി. അപ്പോൾ ഇനിയെങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നും അല്ലാത്ത രീതിയിൽ ആവശ്യമായ കാര്യത്തിന് സമരമൊക്കെ നടത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും വിചാരിക്കേണ്ട. നന്ദി.